കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അപ്പോഴേ നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലേ? മഴ എങ്ങനെ പെയ്തുകൊണ്ടേ നിൽക്കുന്നു. മഴ കാണാൻ തന്നെ നല്ല രസമല്ലയോ? മഴയുടെ ആ സംഗീതം ശരിയല്ലേ? അപ്പോൾ നമ്മളെ ഇന്ന് ഒരു കാര്യം ചെയ്യാം. സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യാം. എന്താ സംഗീതത്തിൽ ഭാവനയുടെ പ്രാധാന്യം? എന്ത് പറയുന്നു? ഭാവന എന്ന് വെച്ചാൽ എന്ത്? നമ്മുടെ ചിന്തയായിട്ട് ബന്ധപ്പെട്ടല്ലേ? നമ്മുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ചിത്രകല ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവന വേണം. ഡാൻസ് ചെയ്യണമെങ്കിൽ വേണം. പിന്നെ പാട്ട് പാടണമെങ്കിൽ വേണം, ഇല്ലയോ? എന്തിനേറെ പറയുന്നു, നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം ഉണ്ടാക്കുന്നു, അതിന് ഭാവന വേണ്ടേ? അതിനനുസരിച്ചല്ലേ അതിൻ്റെ കമ്പോണൻസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ലോകത്തിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനൊരു ഭാവന വേണം. ഭാവനയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തും അതിൻ്റെ രൂപമായിരിക്കും, ഇല്ലയോ? രൂപകൽപ്പന, ഇല്ലയോ? അപ്പോൾ അതിനകത്ത് ഒരുപാട് അംശങ്ങളുണ്ട്. ഒരു കാര്യം അങ്ങനെ രൂപപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിലൊരുപാട് പിന്നെ കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ഭാവന ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ സംഗീതത്തിൽ ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ തന്നാനേ താന തന തന്നഹരം താന തന്നാനേ താന തന തന്നഹരം താന. നാടൻ പാട്ടാണല്ലേ? അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? വായ്ത്താരി കേട്ടോ. അപ്പം നിങ്ങൾക്ക് മുന്നേ ഒരു അറിവുണ്ട്, നാടൻ പാട്ടുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിന് വായ്ത്താരിയുണ്ട്. അപ്പോൾ ഒന്നിലധികമൊക്കെ ആൾക്കാർ ചേർന്ന് പാടേണ്ടതാണ് നാടൻ പാട്ടുകൾ, അല്ലയോ? അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു എന്തൊക്കെയുണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്തു, ആ രൂപം നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതാണ് സംഗതി. ആ രൂപം, നാടൻ പാട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടനയെക്കുറിച്ചുള്ള രൂപം നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്, പെട്ടെന്ന് തന്നെ നാടൻ പാട്ടെന്ന് പറഞ്ഞു. മാവേലി നാടുപാട്. വേണ്ടോ, നമ്മുടെ കൊച്ചു കൂട്ടുകാരെ ഉടനെ ഓണത്തിലോട്ട് പോയി. അപ്പോൾ എൻ്റെ കൊച്ചുനാളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഓണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ആഘോഷമായിരുന്നു. കാരണം ഈ ഓണത്തിനാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, ഊഞ്ഞാലാടുന്നു, പലതരത്തിലുള്ള കളികളുണ്ട്, സദ്യയുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള സംഭവമായിരുന്നു അറിയും. കടകളന്ന് അലങ്കരിക്കുന്ന ഈ ഓണത്തിൻ്റെ അന്ന് ഈ പന്തുകൾ, പിന്നെ കൊച്ചു കൊച്ചു കാറുകൾ, പിന്നെ എന്താ പറയുന്നത് ബലൂണ്, പിന്നെ എന്താ പറയുന്നത് ഈ തോക്ക്, പൊട്ടാത്ത് വെച്ച് പൊട്ടിക്കുന്ന തോക്ക്, ഇതൊക്കെ അന്നൊക്കെ ഞങ്ങൾക്ക് ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കാര്യമാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സമ്പത്ത് തന്നെ എല്ലാ വീടുകളിലുമൊക്കെ വളരെ കുറവാണ്. ഈ ഓണത്തിനാണ് ശരിക്കും പറഞ്ഞാൽ 10 പൈസ കൈ കിട്ടുന്നത്, മനസ്സിലായോ? അപ്പോൾ അന്ന് നമ്മൾ ഈ പറയുന്ന ഓണം അടിച്ചു പൊളിക്കും. അതുപോലെ നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോകുന്ന അന്നായിരിക്കും ഈ ഓണത്തിന് അവർ റെസ്റ്റ് കിട്ടുന്നത്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് പാട്ട് കേട്ട ഉടനെ തന്നെ നിങ്ങൾക്ക് തോന്നി അത് ഓണമാണ്, ഓണമായിട്ട്. ഓണം വരാതിരിക്കുന്നതല്ലേ ഉള്ളൂ. ഇനി കർക്കിടകമായി, അടുത്ത ചിങ്ങം, ഇല്ലയോ? പിന്നെ ഞാൻ ഇനിയൊരു പാട്ട് പാടാം. വരവീണ മൃദുപാണി, കർണാടക സംഗീതം, ഇല്ലയോ? ഒരു ശാസ്ത്രീയമായ സംഗീത രൂപത്തിൻ്റെ പാട്ടിൻ്റെ ഒരു വരിയാണ് ഞാൻ പാടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് മുന്നേ ഒരു അറിവുണ്ട്, പരീക്ഷകൾ പഠിച്ചിട്ടുണ്ട്, വേറെ ഗീതങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ രൂപത്തെക്കുറിച്ചൊരു ധാരണ വന്നു, കണ്ടോ? അപ്പോൾ ഈ രൂപങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായി വരുന്നത് ആണ് ഭാവനയെന്ന് പറയുന്നത്, മനസ്സിലായോ? ഇന്നതായിരിക്കണം ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു പടം വരയ്ക്കാൻ പോകുന്നതിന് മുന്നിൽ ഒരു ചിത്രകാരന് എൻ്റെ ചിത്രം ഇന്നതുപോലെ ഇരിക്കണമെന്നുള്ളൊരു രൂപവൽക്കരണമുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ആ ചിത്രകാരൻ ആ രൂപത്തിലുള്ള ഒരു ചിത്രത്തെ വരച്ചെടുക്കുന്നത്. അതുപോലെ ഒരു ശില്പി ചെയ്യുന്നത്, ഒരു സംഗീതജ്ഞൻ പാടുന്നത്, ഒരു സംഗീതത്തിൽ തന്നെ പാട്ടുകാർ പാടുന്നതും താളക്കാർ പിന്നെ വായിക്കുന്നതും ഒക്കെ ഓരോരോ ചിത്രങ്ങളിലൂടെയാണ്, അല്ലയോ? അപ്പോൾ നമ്മൾ ശാസ്ത്രീയ സംഗീതം നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം വരിശ പഠിക്കുന്നു. വരിശ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന വരിശ എന്തുവാ? ആദ്യം നമ്മൾ പിന്നെ ഒരു രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം പാടുന്നു, ഇല്ലയോ? ഏത് രാഗത്തിലാണോ പഠിക്കാൻ പോകുന്നത് അതെങ്ങനെ ഇരിക്കും? സരി ഗ മ പ ധ നി സ. അപ്പോൾ
ഒരു സർക്കിളാണ് രൂപപ്പെട്ടു വന്നത് അല്ലേ. ഇനി അടുത്തതിൽ നമ്മളൊരു പിന്നെ ഇത് ഒരു വരിശ നമ്മൾ സരളി വരിശ എടുക്കുന്നു. സ രീ എന്ന് പാടുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഒരു ചെറിയൊരു രേഖ ഇല്ലയോ, ഒരു വര രൂപപ്പെട്ടു ഇല്ലയോ. ഇനി അടുത്ത് നമ്മൾ സ രീ ഗ എന്ന് പാടുമ്പോൾ എന്താ? അതെ, കണ്ടോ. ഇനി അടുത്തത് സ രീ ഗ മ അപ്പോഴോ സ്ക്വയർ, കണ്ടോ. അപ്പോൾ ഇതുപോലെ പലതരത്തിലുള്ള ജാമിതീയ രൂപങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സംഗീതം ഇങ്ങനെ വികസിക്കുന്നത്, നമ്മൾ പഠിക്കുന്നത്. കണ്ടോ, രൂപമുണ്ട്. അപ്പോൾ നമുക്ക് സരിഗ എന്ന് പാടുമ്പോൾ നമുക്ക് ആ സ്വരങ്ങളിരിക്കുന്ന ഉയരത്തെക്കുറിച്ച് നമുക്കൊരു രൂപമുണ്ട്. ആ രൂപത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശബ്ദത്തെ ഉയർത്താനും താഴ്ത്താനുമായിട്ട് ശ്രമിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് സായിൽ നിന്ന് മായാമാളവ ഗൗള എന്ന് പറയുന്ന രാഗത്തിൻ്റെ ഇത്ര ഉയരത്തിലാണ് ഇരിക്കുന്നതെന്ന് നമുക്കൊരു ധാരണയുണ്ട്. അത്രയേ നമ്മൾ ശബ്ദം ബലം കൊടുക്കൂ. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ നമ്മൾ ശങ്കരാഭരണം പാടുമ്പോഴോ അത് വലിയ ആണ്. അപ്പോൾ നമ്മൾ ഈ സായിൽ നിന്ന് ഇത്ര ശക്തി കൊടുത്ത് പാടിയെങ്കിലേ ചതുർശ്രുതി ഋഷഭം അല്ലെങ്കിൽ വലിയ ഋഷഭം കേൾക്കുന്നുണ്ട് ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. ആ ദൂരപരിധിയെക്കുറിച്ച് നമുക്കൊരു ഒരു 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 ചിന്തയുണ്ട്. മനസ്സിലായോ? ആ ഒരു ഭാവനയുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സംഗീതം പാടുമ്പോൾ നമ്മളെപ്പോഴും ഭാവനാസമ്പന്നനായിരിക്കണം. ഭാവനാസമ്പന്നനായ ഒരു വ്യക്തിക്ക് മാത്രമേ ആരാകാൻ പറ്റൂ, ഒരു നല്ല സംഗീതജ്ഞനാവാൻ പറ്റൂ, നല്ലൊരു ചിത്രകാരനാവാൻ പറ്റൂ, നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവാൻ പറ്റൂ. മനസ്സിലായി? എല്ലാത്തിനകത്തും ഉണ്ടത്, ഇതിൽ മാത്രമല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന രൂപങ്ങളെ, ഭാവനയെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ സ്വരത്തിൻ്റെ ഉയരം ഇന്നതെന്ന് നമ്മൾ കണക്കാക്കിയല്ലോ. ഇനി സംഗീതത്തെ മാത്രം നമ്മളൊന്ന് എടുത്തു നോക്ക്. സംഗീതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംഗീതത്തിൽ നമുക്ക് അടുത്തതാണ് ഈ പറയുന്ന സ്വരങ്ങൾ കൂടി ചേരുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ വാക്യങ്ങൾ, അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കുന്നത് പോലെ ചെറിയ ചെറിയ വാക്കുകൾ ഉണ്ടായി വരും. അപ്പോൾ അങ്ങനെ ഉണ്ടായി വരുമ്പോൾ അതിന് നമ്മൾ സംഗതി എന്ന് പറയും. സംഗതി പാട്ടിന് സംഗതി വേണമെന്നൊക്കെ പറയത്തില്ലേ, സംഗതി പോയി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ സംഗതികൾ രൂപപ്പെടുത്തുമ്പോഴും എന്താണ്, സ്വരങ്ങളെ ഏതടുക്കിൽ ക്രമീകരിക്കണം, എങ്ങനെ അത് പാടി ഫലിപ്പിക്കണം, ഇങ്ങനെയൊക്കെയുള്ള രൂപം നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഭാവനയ്ക്ക് പ്രാധാന്യമില്ലയോ? ഇനി അടുത്തത് രാഗങ്ങളെടുത്ത് രാഗാലാപനം വലിയ ഭാവന ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായോ? ഇനി താളം എടുത്തു നോക്ക്. ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് താളങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് നമ്മളെപ്പോഴും ആദിതാളം. ആദിതാളത്തിനെ സംബന്ധിച്ച് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദിതാളത്തിന് നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് 8 ബീറ്റ് വേണമെന്നുള്ളത് അല്ലയോ? 8 ബീറ്റ് വേണമെന്നുള്ളത്. നമ്മൾ താളത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒക്ടേവ് വേറെ, പിന്നെ ഇത് താളം വേറെ. അപ്പോൾ 8 ബീറ്റ് വേണം എന്തിന്? ആദിതാളത്തിന്. മനസ്സിലായില്ലേ? ഇനി എങ്ങനെ ഇടണമെന്ന് നമുക്കൊരു രൂപമുണ്ട്. ആദ്യം അടിച്ചിട്ട് വിരലെണ്ണണം ഇല്ലയോ? പിന്നെ അടിച്ച് വീശണം, അടിച്ച് വീശണം. കണ്ടോ? ആ ചിത്രം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ആദിതാളത്തിനെ പിടിക്കുന്നത്. അതിൽ നമ്മുടെ ഭാവനയിൽ ഈ ആദിതാളം ഇങ്ങനെ വിരിഞ്ഞു വരും. മനസ്സിലായോ? ഒരു ചെമ്പരത്തി പൂ നമ്മളെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ റോസായാണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? എന്താ കാര്യം? ആ ചെമ്പരത്തി പൂവിൻ്റെ രൂപം നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് കിടപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ അതുപോലെ നമ്മൾ എന്തു ചെയ്യും? ഇപ്പോൾ നമ്മൾ മായാമാളവ ഗൗളയുടെ സ്വരസ്ഥാനമാണെന്ന് പറഞ്ഞ് നമ്മൾ ഷഡ്ജം കഴിഞ്ഞിട്ട് ചതുർശ്രുതി ഋഷഭം പാടിയാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കുമോ? ഇല്ല. നമുക്കറിയാം എന്താ, ശുദ്ധ ഋഷഭമാണ് വരേണ്ടതെന്ന് ഇല്ലയോ? സായയുടെ തൊട്ടടുത്താണ് ഇരിക്കുന്നതെന്നുള്ള രൂപം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ രാഗാലാപനം, താളം, രാഗത്തിലും ലയത്തിലും മനസ്സിലാവുന്നുണ്ടോ? എന്തുണ്ട്? നമ്മൾ ഭാവനയുണ്ട്. ഇനി വേറൊരു കാര്യം നമുക്ക് നോക്കാം. ഒരു പാട്ടുകാരൻ പാടുക, നിങ്ങൾ തന്നെ പാടുക. നിങ്ങൾ പാടിയപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു സംഘമായിട്ട് ഭക്തിഗാനങ്ങൾ ആലപിച്ചു ഇല്ലയോ? ആലപിച്ചപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്യാനായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു? കീബോർഡിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? തബലിസ്റ്റ് ഉണ്ടായിരുന്നു, കീബോർഡിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ വയലിനിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആരുണ്ടായിരുന്നു? പിന്നെ മറ്റേ നമ്മുടെ പാഡ് വായിക്കാൻ ആളുണ്ടായിരുന്നു ഇല്ലയോ? അപ്പം നിങ്ങൾ പാടുന്നതിനനുസരിച്ചാണ് അവർ വായിച്ചത്. ശരിയല്ലയോ? അപ്പം നിങ്ങൾക്ക് കൂട്ടത്തിലിരുന്നാൽ നിങ്ങൾക്കൊരു 10-15 പേർക്ക് നിങ്ങൾക്കൊരു രൂപമുണ്ട്. ഇന്ന പാട്ട് പാടുമ്പോൾ ഇന്ന രൂപത്തിലിരിക്കണമെന്ന്.
ശരിയല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിലൂടെ ആ രൂപം ഇങ്ങനെ കറങ്ങി കറങ്ങി പോയപ്പോഴാണ് നിങ്ങൾ വളരെ കൃത്യമായി താളക്രമത്തിൽ അത് ആലപിച്ചത്. അപ്പം നിങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാതിരുന്ന ആൾക്കാരാണ് ഈ വന്ന് അന്നേരം വായിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ കീബോർഡിസ്റ്റ് എങ്ങനെ നിങ്ങളെ ഫോളോ ചെയ്തു? ഓർമ്മിക്കുന്നുണ്ടോ? അപ്പോൾ ആ കീബോർഡിസ്റ്റും വയലിനിസ്റ്റും ഒക്കെ ഫോളോ ചെയ്തത് നിങ്ങൾ എന്താണ് പാടാൻ പോകുന്നതെന്ന് അവർക്കൊരു രൂപം ഉണ്ടായിരുന്നു. അതെങ്ങനെ അത് കണ്ടത്? അവർ ഭാവനയിലാണ് കണ്ടത്. മനസ്സിലായോ? നിങ്ങൾ ഒരു പാട്ടിൻ്റെ ഒരു ലൈനിൻ്റെ കുറച്ച് ഭാഗം അങ്ങോട്ട് പാടിത്തോന്നിയപ്പോഴേ അവരുടെ മനസ്സിലെന്ത് ചെയ്തു? ഇത് ഇന്ന രാഗത്തിലാണ്, ഇന്ന താളത്തിലാണെന്നുള്ള ഭാവന അങ്ങോട്ട് വിടർന്നു. അതിനനുസരിച്ചാണ് നിങ്ങൾ ഫോളോ ചെയ്ത് വന്നത്. അപ്പോൾ എന്ത് വേണം? നമ്മളെ പക്കവാദ്യം വായിക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണം? ഭാവന വേണം. ഇനി തബലിസ്റ്റ് വായിച്ചതോ? നിങ്ങൾ ഏത് താളമാണ് ഇടാൻ പോകുന്നത് എന്ന് നിങ്ങൾ സ്വല്പം അങ്ങോട്ട് താളം അങ്ങോട്ട് ഇട്ടപ്പോഴേ ആ തബലക്കാരന് മനസ്സിലായോ? അതിനനുസരിച്ച് നിങ്ങൾ ഇന്നതുപോലെയൊക്കെ പോകുമെന്ന് ആ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കറിയാം. അപ്പോൾ അയാൾ അതുമാതിരി ഫോളോ ചെയ്ത് വന്നു. പാഡ് വായിച്ച ആളും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വാദ്യക്കാരുടെ ഭാവനയിൽ പാട്ടുകാരൻ എന്താണോ പാടാൻ പോകുന്നതെന്ന് വിരിഞ്ഞു വരണം. അപ്പോൾ നിങ്ങളൊക്കെ വയലിനിസ്റ്റുകളൊക്കെ ആയി മാറുമ്പോഴും പാട്ടുകാരായി മാറുമ്പോഴും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിൽ ഭാവന ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒരു പക്കവാദ്യക്കാരനാവാൻ പറ്റൂ. മനസ്സിലായോ? ഇനി അടുത്തതോ, നിങ്ങളെ കേട്ടുകൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ സ്റ്റേജിന് വെളിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു, നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട്. മനസ്സിലായോ? മൂലം താളം ഇടുന്നത് ശരിയാണോ, പാട്ട് പാടുന്നത് ശരിയാണോ എന്നൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നായിരുന്നു കുറേ ആൾക്കാർ. അവർ നമ്മൾ പറയുന്ന പേരെന്തുവാ? ആസ്വാദകർ, ഇല്ലയോ? ഈ ആസ്വാദകർ, ഇപ്പം നമ്മളൊരു പാട്ട് കേട്ടു, നിങ്ങൾ തന്നെ പാട്ട് കേട്ടപ്പോൾ പെട്ടെന്ന് നാടൻ പാട്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ മനസ്സിൽ എന്താണ് സംഭവമെന്ന് ഇങ്ങനെ വിരിഞ്ഞു വരും ഒരു രൂപത്തിൽ. കേട്ടോ? നിങ്ങൾ പാടാൻ പോകുന്ന പാട്ടിൻ്റെ ഓരോ പിന്നെ അണുവും അവരുടെ മനസ്സിലിങ്ങനെ രൂപങ്ങളായിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ എന്താണ് പാടാൻ പോകുന്നതെന്ന് ആസ്വാദകൻ്റെ മനസ്സിലും ഭാവന വിടരുന്നുണ്ട്. മനസ്സിലായോ? ആ പാട്ട് ഇങ്ങനെ ആയിരിക്കും പാടുന്നത്, ഈ പാട്ട് ഇങ്ങനെ ആയിരിക്കും പാടുന്നത്, ഇത് ആ പാട്ടല്ലയോ, ഇന്ന ദേവനെക്കുറിച്ചല്ലയോ പാടുന്നത്, ഇങ്ങനെയൊക്കെ അവരുടെ ആ രൂപം ഇങ്ങനെ മനസ്സിൽ അവരിങ്ങനെ കണ്ടുകൊണ്ടാണ് നിങ്ങളെ പാട്ട് ആസ്വദിക്കുന്നത്. അപ്പോൾ വള്ളുവൻതറ ദേവിയെക്കുറിച്ചൊരു പിന്നെ പാട്ട് നിങ്ങൾ പാടിയപ്പോഴത്തേക്ക് വള്ളുവൻതറ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ദേവിയുടെ ചിത്രം അവരുടെ ഈ കേട്ടോണ്ടിരുന്നവരുടെ മനസ്സിൽ ഉണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആസ്വാദകരുടെ മനസ്സിലും ഇങ്ങനെ ഭാവന വിടരുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ അതിലിരിക്കുന്ന ആസ്വാദകരൊക്കെ ഇച്ചിരി മികച്ച ആൾക്കാരാണെങ്കിൽ അതിൻ്റെ താളഭംഗിയെക്കുറിച്ചും നിങ്ങൾ പാടാൻ പോകുന്ന പാടിക്കൊണ്ടിരിക്കുന്ന രാഗത്തിൻ്റെ ഭാവത്തെക്കുറിച്ചും അതിൻ്റെ സാഹിത്യ ഭംഗിയെക്കുറിച്ചും ഒക്കെ അവരുടെ മനസ്സിലിങ്ങനെ ഒരു റോസാതളത്തിലെ ഓരോ ഇതളുകളിങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നത് പോലെ അവരുടെ ചിന്തകൾ ഇങ്ങനെ വിടർന്നുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് ഭാവന വിടരുന്നു എന്ന് പറയുന്നത്. ഒരു കവി കവിത എഴുതണമെങ്കിൽ അവൻ്റെ മനസ്സിൽ എന്ത് വേണം? ഭാവന വേണം. ഒരു സംഗീതജ്ഞൻ ഒരു കീർത്തനം ആലപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാഗം ആലപിക്കുക ചെയ്യുമ്പോൾ എന്ത് വേണം? അവൻ്റെ മനസ്സിൽ ഭാവന വേണം. മനസ്സിലായോ? താളം വായിക്കുന്ന ആളുടെ മനസ്സിൽ എന്ത് വേണം? ഭാവന വേണം. മനസ്സിലായോ? അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഒരു സംഗീതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പം നമ്മൾ സംഗീത വിദ്യാർത്ഥികളെല്ലാം അത്യാവശ്യം ഓരോ സംഗീത വിദ്യാർത്ഥിയുടെയും മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം എന്താണ്? ഭാവനയാണ്. നിങ്ങൾ പഠിക്കുന്ന ഓരോന്നും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ആ ശ്രദ്ധയോടുകൂടി കേട്ടതിന് ശേഷം അതിനെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ രൂപത്തെക്കുറിച്ച്, ഒരു സ്വരത്തിൻ്റെ രൂപത്തെക്കുറിച്ച്, അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്, അത് എവിടെ ഇരിക്കുന്നു എന്നുള്ള അതിൻ്റെ സംഗീത ഉയരത്തെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഓരോ സ്വരവും നിങ്ങൾ പാടുമ്പോഴത്തേക്ക് നിങ്ങൾ അത് കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒരു അധ്യാപകൻ ഒരു പാട്ടിങ്ങോട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ ഭാവനയിൽ ആ അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരണം. അതിനെന്താണ് അത്യാവശ്യം വേണ്ടത്? നല്ല ശ്രദ്ധയാണ് വേണ്ടത്. മനസ്സിലായോ? ശ്രദ്ധയ്ക്കാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം. പിന്നെ ധാരാളം കേൾക്കുക, മറ്റു പാട്ടുകൾ പലരും പാടിയതൊക്കെ കേൾക്കുക. മനസ്സിലായോ? പിന്നെ ധാരാളം കച്ചേരികളൊക്കെ പോയിരുന്ന് കേൾക്കുക, ആൾക്കാർ പലരും പാടിയത്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു രാഗം കേട്ട് കഴിഞ്ഞാൽ മായാമാളവികളെ പഠിക്കുമ്പോൾ മായാമാളവികളെക്കുറിച്ച് ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെട്ടു വരും. അപ്പോൾ
അപ്പോൾ അത് നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കാനുള്ള ഒരു ത്വര ഉണ്ടാക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എന്തുണ്ടാവണം? ഒന്നാമത് ശ്രദ്ധയുണ്ടാവണം, പിന്നെന്തുണ്ടാവണം? ഭാവനയുണ്ടാവണം. ഭാവനയുള്ളവനാണ് കലാകാരൻ. മനസ്സിലായോ? എന്തുള്ളവരാണ്? ഭാവനയുള്ളവരാണ് കലാകാരന്മാർ. ഭാവന ഇല്ലാത്തവർക്കൊന്നും കലാകാരന്മാരാവാനായിട്ട് സാധിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം തീർച്ചയായിട്ടും ഈ കലയില്ലാതെ ഒരു വിഷയവും ഈ ലോകത്തിലില്ല. അതുകൊണ്ടാണ് നമ്മൾ കലാകാരൻ എന്ന് തന്നെ പറഞ്ഞത്. മനസ്സിലായോ? ഒരു വലിയ ശാസ്ത്രജ്ഞനായാലും അയാളൊരു കലാകാരനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി നിങ്ങൾ അടുത്ത പാഠഭാഗങ്ങളൊക്കെ പഠിക്കാൻ. മനസ്സിലായോ? അടുത്ത പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഭാവനാസമ്പന്നരായി ഇരുന്നു കൊണ്ട് വേണം പഠിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യും? പാഠം പടപടാന്ന് മുന്നോട്ട് പോകും. മനസ്സിലായോ? പുതിയ പുതിയ രൂപങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായി വരും. അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സരി എന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഇതിനെ വേറെ എങ്ങനെ മാറ്റി പാടാം എന്നൊക്കെ നിങ്ങളുടെ ചിന്തയിൽ ഭാവനകൾ വരും. രീസ എന്ന് മാറ്റിയാൽ മതിയോ? അങ്ങനെ ആകുമ്പോൾ വേറെ സ്വരങ്ങൾ എങ്ങനെ എടുക്കണം? കണ്ടോ? സരി എന്നാണ് പാടി പഠിച്ചത്. പക്ഷേ നമ്മൾ രീസ എന്ന് മാറ്റുന്നു. അങ്ങനെ മാറ്റാമോ? മാറ്റിയാൽ ശരിയാവുമോ? മാറ്റാമോ എന്ന് നോക്കണം. മാറ്റാൻ പറ്റത്തില്ലെന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ പോരാ. നിങ്ങളെന്ത് ചെയ്യണം? അത് അങ്ങനെ ചെയ്തു നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപഭാവങ്ങൾ സംഗീത കലയെക്കുറിച്ചുള്ളത് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമല്ലോ. നാളെ തൊട്ട് ചെയ്യുമോ? നാളെ തൊട്ട് വീട്ടിൽ പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യുമോ? ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും കേൾക്കുമോ? അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. എന്താ?